Al Azhar Group of Institutions, Perambalichira, Thudupuzha. നമ്മള് ജില്ലയിൽ നേരിടേണ്ടി വന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളുടെ പണക്കൊഴുപ്പിന്റെ മുന്നിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ട്. പക്ഷെ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളവിടെ നമസ്കാരം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നാടക മത്സരത്തിന് ഹയർ സെക്കൻഡറി നാടക മത്സരത്തിന് എ ഗ്രേഡ് മേടിച്ച കുട്ടികളാണ്. തിരുവനന്തപുരം റവന്യൂ ജില്ലാ മത്സരത്തിൽ നമ്മുടെ നാടകം നാലാം സ്ഥാനത്തേക്കാണ് വിധി തള്ളപ്പെട്ടത്. അവിടുന്ന് അപ്പീലുമായിട്ട് വന്നാണ് നമ്മൾ എ ഗ്രേഡ് വാങ്ങിക്കുന്നത്. ഫസ്റ്റ് കിട്ടിയ നാടകത്തിന് ബി ഗ്രേഡായി, സെക്കൻഡ് കിട്ടിയ നാടകത്തിന് അപ്പീലിലൂടെ വന്ന് അവർക്കും ബി ഗ്രേഡാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എ ഗ്രേഡ് നേടിയ ഒരേ ഒരു നാടകം നമ്മുടെ നാടകമാണ്. നമ്മൾ സർക്കാർ സ്കൂളിലെ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിലെ കുട്ടികളാണ്. നമ്മൾ ജില്ലയിൽ നേരിടേണ്ടി വന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളുടെ പണക്കൊഴുപ്പിന്റെ മുന്നിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ട്. പക്ഷെ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളവിടെ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അവരൊക്കെ വിശ്വസിച്ചിരുന്നത് ഓക്കെ ഇവിടെ എത്തിയാലും അങ്ങനെയൊക്കെ തന്നെ നടക്കും എന്നാണ്. അങ്ങനെയൊന്നും അല്ല നടന്നത്. നമ്മുടെ മാക്സിമം എഫേർട്ട് ഞങ്ങൾ ഇട്ടു. ഞങ്ങൾ 5-6-7 മാസം കൊണ്ട് ഇതിനെ പിറകെ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ എഫേർട്ട് ഇവിടെ നമുക്ക് ജില്ലയിൽ 30ഓളം മാർക്കിന്റെ കുറവുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഫസ്റ്റ് എ ഗ്രേഡ് തിരുവനന്തപുരം ജില്ലയുടെ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിച്ച് നാടകമായിട്ട് കയറിയിരിക്കുന്നത്. സംസ്ഥാന തലത്തിലേക്ക് ഒരിക്കലും പോകരുതെന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് നമുക്ക് 4ാം സ്ഥാനത്തേക്ക് മാറ്റിയത്. തന്നെയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് തന്നെ. കഴിഞ്ഞ വർഷവും നമ്മുടെ സ്കൂളിൽ നിന്ന് 4 ഗ്രൂപ്പായിട്ടാണ് ഈ കൊല്ലം ഇവിടെ മത്സരിക്കുന്നത്. നാടൻപാട്ടിന് ഫസ്റ്റ് കിട്ടി വന്ന എ ഗ്രേഡ് ഉണ്ട്, മൈമിന് എ ഗ്രേഡ് ഉണ്ട്. അതും അപ്പീൽ വഴി വന്നതാണ്. സംസ്ഥാന തലത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊളിച്ചടുക്കും എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം നമ്മളെ തള്ളപ്പെടുന്നതാണെന്ന് നമ്മൾ എവിടെയും പറയാൻ തയ്യാറാണ്. നമ്മള് ഗവൺമെന്റ് സ്കൂളാണ്. നമുക്ക് പങ്കെടുത്ത എല്ലാ ഐറ്റത്തിനും ഇതുവരെ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റില് അപ്പീൽ വഴി വന്ന ഐറ്റമാണ് എല്ലാം. അതിനും ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നേല് അപ്പീൽ വന്ന ഐറ്റങ്ങളിൽ എല്ലാം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് കിട്ടിയ ടീമിനെ കാട്ടി ഒരു പോയിന്റെങ്കിൽ ഒരു പോയിന്റ് ബീറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. വളരെ സന്തോഷം. വഞ്ചിപ്പാട്ടും ഇതേപോലെ തന്നെ നമുക്ക് തടഞ്ഞു വെച്ചിരിക്കുവാണ് അപ്പീല്. അവരും ഇവിടെ വന്നിരുന്നെങ്കിൽ നമ്മളെ പോലെ തന്നെ എ ഗ്രേഡ് തന്നെ വാങ്ങിക്കുമായിരുന്നു. അത്ര ഉറപ്പാണ്. അവരും മാസങ്ങളോളം സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ആ കുട്ടികളുടെ സങ്കടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കലോത്സവം ഒരിക്കലും പണക്കൊഴുപ്പിന്റെ ഒരു വേദിയായി മാറേണ്ടതല്ല. സാധാരണക്കാരായ കുട്ടികൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വരുന്നു എന്നുള്ള ഒറ്റ രീതിയിൽ മാത്രമാണ് നമ്മൾ ഓരോ സ്ഥലത്തും. അതും ഞങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ചോദിക്കുമ്പോൾ അവരെന്നെ പറയും നിങ്ങൾ പൊതുവിദ്യാലയം അല്ലേന്ന്. പൊതുവിദ്യാലയത്തിലുള്ള പിള്ളേർക്ക് മത്സരിക്കാനുള്ളതല്ലേ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് അത് പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാറിക്കളയും. അത് ചോദിക്കാൻ പോയി അത് സ്കൂളിന് ചീത്തപ്പേരാവും. നമ്മൾ പ്രതികരിക്കാൻ ചെന്നാൽ നമ്മൾ കൂടുതലായി പോകും. നമ്മൾ പ്രതികരിക്കാൻ പാടില്ല ഒരിടവും ചെന്ന്. എന്തിനാ ജഡ്ജസിനെ പോയി ചോദ്യം ചെയ്യുന്നത്? എന്തിനാ എല്ലായിടവും പോയി സംസാരിക്കുന്നത്, വഴക്കൂടുന്നത്? ഉണ്ടാക്കരുത്, അതുകൊണ്ടാണ് നിങ്ങളുടെ മാർക്സ് കുറയുന്നതെന്നൊക്കെ ഞങ്ങൾ സ്റ്റേജിക്കുമ്പോൾ അടിയുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാ ചെയ്യുക. അല്ല, അങ്ങനെ ഒരു വിധി വരുമ്പോഴാണ് ഞങ്ങൾ ചെയ്യുക. ഞങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. കാര്യം ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. നമുക്ക് ഡിസേർവ് ചെയ്തിട്ടുള്ള കിട്ടാഞ്ഞിട്ടാവുമ്പോ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അത് എല്ലായിടവും നമുക്ക് ചോദിക്കാനുള്ള സ്പേസ് അവിടെ തടയുക ചെയ്യുന്നത്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്കറിയാം ഇതൊക്കെയാണ് നടക്കുന്നതെന്ന്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ അപ്പീൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ ഈ കൊല്ലം നമ്മുടെ സ്കൂളിൽ നിന്ന് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി ഫോർ ഗേൾസ് സ്കൂൾ പട്ടം അവിടുന്ന് 40ഓളം കുട്ടികളാണ് എ ഗ്രേഡ് വാങ്ങിച്ച് ഇന്ന് നിൽക്കുന്നത്, മത്സരിക്കുന്നത് സ്റ്റേറ്റ് കലോത്സവം. ഗ്രേഡ് വാങ്ങിക്കാനുണ്ട്. ഇനിയും ഐറ്റംസ് ഉണ്ട്. ഇനി ഒപ്പന ഇന്നുണ്ട്. ആയിട്ടുള്ളൂ വന്നതിൽ പകുതി പേർക്കും ഇവിടെ പെർഫോം ചെയ്ത എല്ലാ ശതമാനം പേർക്കും എ ഗ്രേഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനിയും വരും. ഇനിയും ഞങ്ങൾ വാങ്ങിക്കുക തന്നെ ചെയ്യും. അടുത്ത കൊല്ലവും വീണ്ടും നമ്മുടെ സ്കൂളിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ വരിക തന്നെ ചെയ്യും. കലോത്സവത്തിൽ മത്സരിച്ച് എ ഗ്രേഡോടെ തിരിച്ചു പോവുകയും ചെയ്യും. നമ്മൾ മാത്രമല്ല നമ്മുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, ഞങ്ങളെ പഠിപ്പിച്ച സാറ് എല്ലാരും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത്. ഞങ്ങളുടെ ടീച്ചറൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും, ഞങ്ങൾ ശനിയില്ല ഞായറില്ല എല്ലാ ദിവസവും ഇതിനെ പുറകെ തന്നെയാണ് നടന്നത്. നമ്മുടെ ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും വിജയം കൂടിയാണിത്. നമ്മളെ ഇങ്ങനെ പ്രാപ്തരാക്കിയത് അവരാണ്.